അതുപോലെ തന്നെ നമ്മൾ സൗത്ത് കേരളയിൽ നോക്കുമ്പോൾ നോർത്ത് കേരളയിലോട്ടുള്ള ആചാരങ്ങളിലും കൾച്ചറിലും ഒക്കെ ഭയങ്കര ഒരു വ്യത്യാസം കേരളത്തിൽ തന്നെ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഭാഷയും വ്യത്യാസങ്ങളുണ്ട്. എല്ലാം ഉണ്ട്. പക്ഷെ അതെ. കേരളത്തിലുണ്ട് ഓരോ ജില്ലയ്ക്കും അതിൻ്റെതായ സ്വഭാവമുണ്ട് ഭാഷ. അതെ. സ്ലാങ് ചേട്ടൻ Slang അതാ ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടോ? ഏതാ സ്ലാങ് പിടിക്കണത് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടോ? ഞാനങ്ങനെ എനിക്ക് തോന്നുന്നത് ഇവിടെ ഏറ്റവും നന്നായിട്ട് സ്ലാങ്ങുകൾ യൂസ് ചെയ്തിട്ടുള്ള മമ്മൂക്കയാണ്. ഞാൻ വേഷങ്ങളിലൂടെ പോയിട്ടുള്ളൂ. കൂടുതൽ ആ ആ ക്യാരക്ടറിന് ആവശ്യമുള്ള രീതിയിൽ ഉള്ള ചെറിയൊരു ടച്ച്. ആ ക്യാരക്ടർ എങ്ങനെ സംസാരിക്കും, ഏത് ഉപയോഗിക്കും, അങ്ങനെ പോയിട്ടുള്ളൂ. അതിൽ ഇത്തിരി തൃശ്ശൂരിൻ്റെ ഒരു സ്വഭാവം മാത്രമേ എനിക്ക് തോന്നണ ഞാൻ എടുക്കാറുള്ളൂ. ഉപയോഗിച്ചിട്ടുള്ളൂ എന്ന് തോന്നുന്നു. വേറെ അങ്ങനെ അതിന് വേണ്ടിയിട്ടൊരു സ്ട്രീം നടത്തിയിട്ടില്ല. പക്ഷെ ഇതൊക്കെ കണ്ടാലും കേട്ടാലും അത് ഏറ്റവും രസമുള്ളത് നോർത്തിലേക്ക് പോകുമ്പോൾ അവരുടെ ഭയങ്കര സിൻസിയർ ആയിട്ടുള്ളൊരു സംസാരമുണ്ട്. നോർത്ത് കേരളയിലോട്ട് പോകും. നോർത്ത് കേരള പോകുമ്പോൾ ഭയങ്കരമായിട്ട് ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ വണ്ടി കുത്താൻ പറ്റൂ എന്നോ വണ്ടി ഇടിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അവർ. നമ്മൾ കുത്താൻ പറ്റുന്നത് വേറെ കാളയോ പശുവോ എന്തെങ്കിലുമൊക്കെ എന്തൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ ആദ്യമൊക്കെ നമുക്കിതാണെങ്കിലും പക്ഷേ ഇന്ന് ആ ഭാഷകളിൽ തന്നെയുള്ള സിനിമകൾ ഇവിടെ ഭയങ്കര ഹിറ്റുകളായി മാറുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം നമ്മൾ നേരത്തെ സംഭവം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വള്ളുവനാടൻ സ്ലാങ്ങാണ് കൂടുതൽ സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അത് അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നതാണ്. അതെ. പിന്നെ പക്ഷെ അവർ സംസാരിക്കുന്ന വേറെ പോലെ നമുക്ക് തോന്നും. പക്ഷെ ആ ഭാഷയും ഇപ്പോൾ എല്ലാവർക്കും കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാഷകളെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇല്ലേ? മറ്റേ ചിലപ്പോൾ ചോദിക്കും നമ്മളിപ്പോൾ ആദ്യം കണ്ണൂർ കാസർഗോഡ് ഏരിയയിലെ ഭാഷ എന്തെന്നാ ഇവരിപ്പോൾ പറയണേന്നൊക്കെ തോന്നിപ്പോകും. രാജമാണിക്ക് ആദ്യമായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കുറേ എന്തൊക്കെയായിരുന്നു. പിന്നെ അതായി തിരുവനന്തപുരം സ്ലാങ് എന്നുള്ള പിന്നെ അതിന്റെ പേരിൽ ബഹളങ്ങളായി. ഭാഷയും എല്ലാം കൊണ്ടും സമ്പന്നതയുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് വേറെ തരത്തിലായി പോകണമെന്നുള്ള സങ്കടം അല്ലേ? അതെ ഏട്ടാ.